ഈശ്വരമൂലി അഥവാ ഗരുഡക്കൊടി. ചുറ്റിക്കയറുന്ന ഒരു വള്ളി സസ്യമാണ് ഈശ്വരമൂലി അഥവാ ഗരുഡക്കൊടി. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിഘ്നൌഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശേഷമശാനത്തിലുള്ള ഔഷധമൂലിയാണ് ഈശ്വരമൂലി. ഘടൂടി, അഹിഡ, രുദ്രജാത, സുനന്ദ, ഈശ്വരഹരി, അർക്കമൂല, നാക്കൂലി എന്നീ നാമധേയങ്ങളിലാണ് ഈശ്വരമൂലി സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഇന്ത്യൻ ബർഡ്വേർട്ട് എന്നാണ്. ഇതിന്റെ ശാസ്ത്രീയമായ നാമം അരിസ്റ്റോലോഷ്യ ഇന്ത്യൻ ലിൻ എന്നാണ്. 600 മീറ്റർ ഉയരമുള്ള പർവ്വത പ്രദേശത്തും സമതലങ്ങളിലും ഈശ്വരമൂലി ഒരുപോലെ കണ്ടുവരുന്നു. പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. പച്ച നിറം കലർന്ന വെളുത്ത പൂക്കളാണ് ഈശ്വരമൂലിയുടേത്. ഈശ്വരമൂലിയുടെ വിത്തുകൾ ത്രികോണാകൃതിയിലുള്ളതും പരന്നതുമായി കാണപ്പെടുന്നു. ഈശ്വരമൂലിയുടെ വേര്, ഇല എന്നിവയും ചിലപ്പോൾ സമൂലമായും ഔഷധയോഗ ഭാഗങ്ങളായി ആയുർവേദത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ ഈശ്വരമൂലിയുടെ ഉപയോഗം വിഷഹരമാണ്. കഫവാത രോഗ നിവാരണിയാണ് ഈശ്വരമൂലി. ഇതിന്റെ ഉപയോഗം ചർമ്മരോഗങ്ങളും കുഷ്ഠവും ശമിപ്പിക്കുന്നു. ഹൃദയസ്പന്ദനം ക്രമമാക്കുന്നതിന് ഈശ്വരമൂലി വളരെ വിശേഷമാണ്. അതിസാരത്തിനും ഈശ്വരമൂലി ഔഷധമായി ഉപയോഗിക്കുന്നു. ജ്വരത്തെ ഇല്ലാതാക്കുന്നതിനും ഈശ്വരമൂലി ഉത്തമമാണ്. അഗ്നിമാന്ദ്യം നീര് ശമിപ്പിക്കും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ ഈശ്വരമൂലിയുടെ ഉപയോഗം വിഷഹരമാണ്. പാമ്പ് കടിയേറ്റാൽ ഈശ്വരമൂലിയുടെ ഇല അരച്ച് മുറിവിൽ ശക്തിയായി തിരുമുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഇല 10 മുതൽ 15 മില്ലി പിഴിഞ്ഞെടുത്ത് നീരിൽ കുരുമുളക് പൊടിയും നന്നായി ചേർത്ത് ദിവസം 6 പ്രാവശ്യം കുടിക്കുകയും ചെയ്യുന്നത് സർപ്പദംശനം മൂലമുണ്ടാകുന്ന വിഷബാധയ്ക്കും വിഷമാവസ്ഥകൾക്കും ഉത്തമമാണ്. പാമ്പ് കടിയേറ്റ് ബോധഹീനമായവർക്ക് ഈശ്വരമൂലി സമൂലമെടുത്ത് അരയാലിന്റെ തൊലി ഒരു ഭാഗവും കുരുമുളകിന്റെ പൊടി ഒരു ഭാഗവും എല്ലാം കൂടി നന്നായി അരച്ച് വെയിലത്ത് ഉണക്കിപ്പൊടിച്ച് നസ്യം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പാമ്പിൻ വിഷത്തിന്റെ വീര്യം ക്ഷണ കുറയുകയും രോഗിക്ക് ബാധം എളുപ്പത്തിൽ കൈവരുന്നതിന് ഈ ഔഷധ പ്രയോഗം സഹായിക്കും. ജ്വരത്തെ ഇല്ലാതാക്കുന്നതിന് ഈശ്വരമൂലി ഉത്തമമാണ്. ഈശ്വരമൂലിയുടെ ഔഷധ പ്രയോഗം അഗ്നിമാന്ദ്യം, നീര് എന്നിവയും ശമിപ്പിക്കും. ഈശ്വരമൂലിയുടെ സ്വരസം 2 നേരം സേവിച്ചാൽ എത്ര കടുത്ത വിധത്തിലുള്ള അതിസാരത്തിനും ജ്വരം, അഗ്നിമാന്ദ്യം, നീര് എന്നിവയ്ക്കും ശമനമുണ്ടാകുന്നതായി കണ്ടുവരുന്നു. മലേറിയയ്ക്കും ഈശ്വരമൂലി ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ഇല, ജീരകം, കുരുമുളക്, ശുദ്ധസ്ഫടികം ഇവ സമമെടുത്ത് ഓരോ ഗ്രാമം വീതം തൂക്കമുള്ള ഗുളികകളാക്കി വെയിലത്തുണക്കി ഓരോ ഗുളിക വീതം ദിവസേന 3 നേരം സേവിച്ചാൽ മലേറിയയ്ക്ക് ശമനമുണ്ടാകും.